ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടി20യിൽ വൈഭവ് സൂര്യവംശി അരങ്ങേറി ചരിത്രം കുറിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേക്ഷകർ. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നിവരുടെ മോശം ഫോം ടീം സെലക്ഷനിൽ തലവേദനയാകുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ മികവിൽ അഭിഷേക് ശർമ്മ സ്ഥാനം നിലനിർത്തിയേക്കും. രണ്ടാം ടി20 മത്സരം ശനിയാഴ്ച ഓൾഡ് ട്രാഫോർഡിലാണ് നടക്കുന്നത്. പ്ലേയിങ് 11-ലെത്തിയാൽ ഇന്ത്യയ്ക്കായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാകും വൈഭവ് സൂര്യവംശി. അതേസമയം മലയാളി താരം സഞ്ജു സാംസണെ 2-3 മത്സരങ്ങളിലെ മോശം പ്രകടനത്തിൻ്റെ പേരിൽ മാത്രം ഓപ്പണർ സ്ഥാനത്ത് നിന്നും മാറ്റരുതെന്ന വാദങ്ങളും ശക്തമാണ്. വലങ്കയ്യൻ ബാറ്റർ ആണെന്നതും വൈഭവ് അരങ്ങേറിയാൽ ടോപ്പ് 3-ൽ 3 ഇടങ്കയ്യന്മാരെന്ന പ്രതിസന്ധി ഇന്ത്യ നേരിടേണ്ടി വരും എന്നതും ആശങ്കയിലാഴ്ത്തുന്നു. ടി20 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് എത്തിയെങ്കിലും അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി20യിലും ഇഷാൻ കിഷൻ നിരാശപ്പെടുത്തുകയായിരുന്നു. അവസാന 2 മത്സരങ്ങളിലും ഇഷാൻ കിഷൻ റണ്ണൌട്ട് ആവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെ പുറത്തിരുത്തി വൈഭവിനെ കളിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മഴ മൂലം ഉപേക്ഷിച്ച ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി20യിൽ അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അഭിഷേകിന് സ്ഥാനം ഉറപ്പാണ്. അയർലൻഡിനെതിരെ 5-ാം നമ്പറിൽ ഇറങ്ങി അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ തിലക് വർമ്മ വീണ്ടും നിരാശപ്പെടുത്തിയിരുന്നു. 13 പന്തിൽ 13 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ഏകദിന ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും ഇന്ത്യക്ക് തലവേദനയാണ്. ആദ്യ മത്സരത്തിൽ തകർപ്പൻ ഫിനിഷിങ്ങിലൂടെ ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ ഉറപ്പാക്കിയ ശിവൻ ദുബെ 2-ാം മത്സരത്തിലും തുടർന്നേക്കും. ആദ്യ ടി20യിൽ 2 സ്പിന്നർമാരുമായി ഇറങ്ങിയ ഇന്ത്യ ഓൾഡ് ട്രാഫോർഡിലും ഇതേ ഫോർമാറ്റ് നിലനിർത്തിയേക്കും. ഹർഷിത് റാണയും അർഷദ്ദീപ് സിംഗുമാവും പേസ് നിരയെ നയിക്കുക. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ മത്സരം ഇന്ത്യൻ സമയം 10 മണിക്കായിരുന്നു തുടങ്ങിയെങ്കിൽ 2-ാം മത്സരം ഇന്ത്യൻ സമയം 7 മണിക്കാണ് ആരംഭിക്കുന്നത്. രവി ശാസ്ത്രി അടക്കമുള്ള മുൻ താരങ്ങൾ വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ ടീമിൽ ഇടം നൽകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലെ പരാജയത്തിനു ശേഷവും സഞ്ജു സാംസണെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു സുനിൽ ഗവാസ്കർ സ്വീകരിച്ചിരുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.